ഒളിവിൽ കഴിയുന്ന റാപ്പ് ഗായകൻ വേടനെതിരെയുള്ള കുരുക്കുമുറുകുന്നു. ലൈംഗിക പീഡന പരാതിയുമായി വീണ്ടും യുവതികൾ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് 2 യുവതികൾ പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ DGPക്ക് കൈമാറുമെന്നാണ് വിവരം. ഇരുവരും മുഖ്യമന്ത്രിയെ കാണാൻ സമയം തേടിയെന്ന റിപ്പോർട്ടുകളുമുണ്ട്. 2020-ലാണ് സംഭവമെന്നാണ് ഒരു യുവതിയുടെ പരാതി. രണ്ടാമത്തെ യുവതിയുടെ പരാതി പ്രകാരം ലൈംഗിക അതിക്രമം നടന്നത് 2021-ലാണ്. യുവതികൾ ഗവേഷക വിദ്യാർത്ഥികളാണെന്നാണ് സൂചന. വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് വീണ്ടും പരാതികൾ ഉയരുന്നത്. ബലാത്സംഗ കേസിൽ വേടൻ ഇപ്പോൾ ഒളിവിലാണ്. തൃക്കാക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യുവ ഡോക്ടറാണ് വേടനെതിരെ പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി 3 വർഷത്തോളം ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. ഈ കേസിൽ പോലീസ് വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. യുവ ഡോക്ടറുടെ പരാതി പ്രകാരം പീഡനം നടന്നിരിക്കുന്നത് 2021 ഓഗസ്റ്റ് 1-നും 2023 മാർച്ച് 31-നും ഇടയിലാണ്. യുവ ഡോക്ടർ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദത്തിലായത്. സൗഹൃദം മുതലെടുത്ത് വേടൻ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്യുകയായിരുന്നു. തുടർന്ന് പലതവണയായി വേടൻ യുവതിയുടെ ഫ്ളാറ്റിലെത്തി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു ഡോക്ടറുടെ മൊഴി. 2023-ലാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നും യുവ ഡോക്ടർ പറയുന്നു. ഫോണിൽ വിളിക്കുമ്പോഴെല്ലാം കിട്ടാതെയായി. ഇതോടെ യുവതി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി. ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം വേടന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. വേടൻ എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫോണും സ്വിച്ച് ഓഫാണ്. പല സ്ഥലങ്ങളിലായി നടത്താനിരുന്ന സംഗീത ഷോകളും റദ്ദാക്കിയിട്ടുണ്ട്. വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ പുതിയ പരാതികളിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.